കേരള കോൺഗ്രസ് യു ഡി എഫിലേക്ക് വരുമോ? ഇതൊരു വലിയ ചോദ്യമായിരുന്നു കേരളത്തിൽ. ഒരു ഘട്ടത്തിൽ ഇത് വലിയ ചർച്ചയായതുമാണ്. പക്ഷേ വീണ്ടും ആ ചർച്ച മാറി. ഇപ്പോൾ സൈലൻസ്, ഡെഡ് സൈലൻ്റ് ആണ്. പിൻ ഡ്രോപ്പ് സൈലൻസ് ഒക്കെ നമ്മൾ പറയില്ലേ, മുട്ടുസൂചി വീണാൽ പോലും അറിയാൻ പറ്റുന്ന ഒരു സൈലൻസ് ഉണ്ടല്ലോ, ആ സൈലൻസാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ. അതിന് കാരണവുമുണ്ട്. കാരണം ഇതിൻ്റെ അടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം, വോട്ടുചാരിയുടെ വിഷയം, കുറേ വിഷയങ്ങൾ ഇങ്ങനെ കയറി വന്നു. നിലമ്പൂർ തെരഞ്ഞെടുപ്പ്, ഇങ്ങനെ വിഷയങ്ങൾ കയറി വന്നതുകൊണ്ട് സ്വാഭാവികമായിട്ട് എല്ലാ പാർട്ടികൾക്കും ഇരുന്ന് ചർച്ച ചെയ്യാനൊരു സമയം കിട്ടിയില്ല. എന്തായാലും കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് പുതിയ അപ്ഡേറ്റുകൾ നമുക്ക് പറയേണ്ടതുണ്ട്. എല്ലാവരും ഈ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആവശ്യമായ സംഭാവന അയച്ചു തരിക, നിങ്ങൾക്ക് പരസ്യങ്ങൾ അയച്ചു തരിക. അതുപോലെ ഞങ്ങളുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിനും കൂടെ നടക്കുന്ന മാസമാണ്. നിങ്ങൾ 99 രൂപ 89 രൂപ അടച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ സിൽവർ മെമ്പർഷിപ്പ് കിട്ടും. 199 അടച്ചാൽ ഗോൾഡൻ മെമ്പർഷിപ്പ് കിട്ടും. 1999 അടച്ചാൽ ഡയമണ്ട് മെമ്പർഷിപ്പ്. ആ മെമ്പർഷിപ്പിന് ഇതിനകത്ത് നിങ്ങൾ ജോയിൻ എന്ന കോളത്തിൽ അല്ലെങ്കിൽ ആ ഐക്കണിലൊന്ന് കൈവച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ കേരള കോൺഗ്രസ് എങ്ങനെയാണ് കേരളത്തിൽ മാറ്റിമറിക്കാൻ പോകുന്നത് എന്നൊരു ചോദ്യമുണ്ട്. കേരള കോൺഗ്രസ് വന്നിരിക്കുന്ന പ്രതിസന്ധികളെന്ന് പറയുന്നത്, കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു തലമുറ മാറ്റത്തിൻ്റെ വക്കിലാണ് എത്തി നിൽക്കുന്നത്. ശ്രീ പി ജെ ജോസഫ് സാർ അവർക്ക് വയസ്സായി, പ്രായത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഇനിയും 82 വയസ്സ് കഴിയുന്നു. ഇനിയും 5 വർഷം കൂടി മത്സരിച്ച് ജയിച്ച് വരാനുള്ള ആരോഗ്യവും ശേഷിയും ഒക്കെ ഉണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കുമോ? 5 വർഷം വേണമല്ലോ. ജയിക്കും എന്നുള്ള കാര്യത്തിൽ തൊടുപുഴയിൽ വിഷയമൊന്നുമില്ല. ജയിക്കാൻ സാധ്യതയല്ല, ജയിക്കും. പക്ഷേ 5 വർഷത്തേക്ക് വരാൻ പറ്റുമോ? അല്ലെങ്കിൽ അപ്പു ജോസഫിനെ താഴേക്ക് കൊണ്ടുവരുമോ? ഈ ചെയർമാൻഷിപ്പ്, വൈസ് ചെയർമാനിൽ നിന്ന് ചെയർമാനാക്കിക്കൊണ്ട് തിരഞ്ഞെടുപ്പിൽ താഴേക്ക് ഞാൻ ഉദ്ദേശിച്ച് ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവരുമോ? അങ്ങനെ അപ്പു ജോസഫ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് മോൻസി ജോസഫ് പിണങ്ങുമോ? അത് മാത്രമല്ല ഫ്രാൻസിസ് ജോർജ്, അങ്ങനെ ഒരു സെക്കൻഡ് നിര ഇപ്പോൾ ഉണ്ട്. ആ നിൽക്കുന്ന സെക്കൻഡ് നിരയ്ക്ക് അപ്പു ജോസഫിൻ്റെ സാന്നിധ്യം എത്ര കണ്ട് റെഡിയാകും എന്ന് നമുക്കറിയില്ല. അങ്ങനെ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രശ്നത്തിലാണ് ജോസഫ് ഗ്രൂപ്പ് നിൽക്കുന്നത്. ഇപ്പുറത്ത് മാണി ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്ത് വലിയ കോംപ്ലിക്കേഷൻ ഒരുപാടുണ്ട്. അതിനകത്ത് ഒന്ന്, ജോസ് കെ മാണിയെ എവിടെ മത്സരിപ്പിക്കും എന്നുള്ളതൊരു വലിയ വിഷയമാണ്. അദ്ദേഹത്തിനെ പാലായിൽ മത്സരിക്കാൻ കൊണ്ടുപോയാൽ അവിടെ മാണി സി കാപ്പൻ വിടുകയില്ല. അദ്ദേഹം വളരെ ഉറച്ചവിടെ നിൽക്കുകയാണ്. ഇപ്പോഴേ പ്രഖ്യാപിച്ചു കഴിഞ്ഞു പാലയിലേക്ക് വരണ്ടാന്ന്. അപ്പോൾ പിന്നെ എവിടെ? അടുത്ത ചോദ്യം എവിടെയാണ്? കടുത്തുരുത്തിയിൽ പോകാമെന്ന് പറഞ്ഞാൽ കടുത്തുരുത്തിയിൽ വളരെ ശക്തമായ മത്സരമായി പോകും. അവിടെ മോൻസ് ജോസഫ് അദ്ദേഹത്തിൻ്റെ കുത്തക മണ്ഡലം പോലെ കൊണ്ടുപോകുന്നതാണ്. അല്ലെങ്കിൽ യു ഡി എഫിൽ ചേരണം. അപ്പോൾ യു ഡി എഫിൽ ചേരുമ്പോൾ മോൻസിന് എവിടെയാണ് സീറ്റ്? ഇത് അടുത്ത ചോദ്യമുണ്ട്. അല്ലെങ്കിൽ ചങ്ങനാശ്ശേരി കേരള കോൺഗ്രസിന് കിട്ടാവുന്നൊരു സീറ്റാണ്. അതുപോലെ തന്നെ നമ്മുടെ പൂഞ്ഞാർ കേരള കോൺഗ്രസ് ജയിക്കുന്നൊരു സീറ്റാണ്. പി സി ജോർജിനെ തോൽപ്പിച്ചുകൊണ്ട് ഇപ്പോൾ അവിടെ ജയിച്ചിരിക്കുന്ന കേരള കോൺഗ്രസിൻ്റെ പഴയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെയാണ്. അപ്പോൾ അതൊരു സാധ്യതയുള്ള മണ്ഡലമാണ്. പിന്നെ എരുമേലി, കാഞ്ഞിരപ്പള്ളി ഒരു സാധ്യതയുള്ള പ്രദേശമാണ്. അപ്പോൾ ഏത് മണ്ഡലത്തിലാണ് നമ്മുടെ ജോസ് കെ മാണി മത്സരിക്കാമെന്നറിയില്ല. എന്തായാലും അദ്ദേഹം കടുത്തുരുത്തി കേന്ദ്രമായി കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ രാജ്യസഭ എം പി എന്നുള്ള നിലയിൽ കടുത്തുരുത്തിയിൽ ഒരു കോൺസെൻട്രേഷൻ നടത്തുന്നു. സ്റ്റേറ്റിൽ എവിടെയും കോൺസെൻട്രേറ്റ് ചെയ്യാം രാജ്യസഭ എം പിക്ക്. ആ ഒരു മെറിറ്റിൽ അദ്ദേഹത്തിന് സ്ഥലമില്ലല്ലോ. രാജ്യസഭ എം പി എന്ന് പറയുന്നത് ഇന്ന സ്ഥലത്ത് തന്നെ ആണ്ടല്ലോ, സ്റ്റേറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണല്ലോ. അദ്ദേഹം ചില പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത്. എന്തായാലും കേരള കോൺഗ്രസ് രാഷ്ട്രീയം കേരളത്തിൽ വലിയ അതേസമയം അനൂപ് ജേക്കബിൻ്റെ കേരള കോൺഗ്രസ് യു ഡി എഫിൽ തന്നെ തുടരും, അവിടെ പ്രശ്നമില്ല. നമ്മുടെ ഗണേഷിൻ്റെ കേരള കോൺഗ്രസ് എൽ ഡി എഫിൽ തുടരുന്നു. ആൻ്റണി രാജുവിൻ്റെ കേരള കോൺഗ്രസ് എൽ ഡി എഫിൽ തുടരുന്നു. അതൊക്കെ ഇങ്ങനെ അങ്ങ് പോകുന്നു. പക്ഷേ ഇത് രണ്ടും വരുമ്പോൾ യു ഡി എഫിൻ്റെ നിൽക്കുന്ന, അതുപോലെ തന്നെ മാണി കോൺഗ്രസ് നിൽക്കുന്നത് ഇപ്പോൾ എൽ ഡി എഫിലാണെങ്കിലും അതിൻ്റെ അനുയായികളിൽ നല്ലൊരു ഭാഗം യു ഡി എഫിലേക്ക് പോകണം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. സംസ്ഥാന നേതാക്കളിൽ 3 മുതൽ 4 വരെ ആളുകൾ, അതിൽ എം എൽ എമാരുമുണ്ട്, കൃത്യമായി യു ഡി എഫിനോടൊപ്പം പോകണം എന്നാഗ്രഹിക്കുന്നവരുണ്ട്. അപ്പോൾ ഇത്രയും കുഴഞ്ഞു മറിഞ്ഞ വളരെ സങ്കീർണമായൊരു കേരള കോൺഗ്രസ് രാഷ്ട്രീയമാണ് കേരളത്തിൽ കറങ്ങുന്നത്. ആര് നേടും, ആര് വാഴും എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. യു ഡി എഫിലേക്ക് ചിലപ്പോൾ വന്നേക്കാം ജോസ് കെ മാണി. ഇനി അല്ല എങ്കിൽ അങ്ങനെ വരുമ്പോൾ മറ്റൊരു സാധ്യതയും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. യു ഡി എഫിൽ മാണി കോൺഗ്രസ് വരികയും കടുത്തുരുത്തി കൊടുക്കുകയും ചെയ്താൽ മോൻസ് ജോസഫിന് പിന്നെ മറ്റൊരു മാർഗമില്ല. അദ്ദേഹം ജോസഫുമായി പിണങ്ങി ഇടതുപക്ഷവുമായി ചേരുമോ? ഇതെല്ലാം വരാനിരിക്കുന്ന ഫോർമുലകളാണ്. രാഷ്ട്രീയത്തിൽ ഒരു ഫോർമുലയ്ക്കും ഒരു അന്തിമവാദമില്ല. ഇവിടെ സത്യം ജയിക്കണമെന്നൊന്നും പറയുന്നത് കോടതിയിൽ പോലും സത്യമല്ല ജയിക്കുന്നത്, തെളിവുകളാണ് ജയിക്കുന്നത്, വാദങ്ങളാണ് ജയിക്കുന്നത്. അതുകൊണ്ട് സത്യം എവിടെ നിന്നാലും അത് ഒരു കാര്യമില്ല. എന്തായാലും നമുക്ക് നോക്കാം കേരള കോൺഗ്രസ് രാഷ്ട്രീയം കേരളത്തെ എങ്ങനെയാണ് കീഴ്മേൽ മറിക്കുന്നത്.
ലാസ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒന്നിച്ചു നിന്ന കേരള കോൺഗ്രസ് കേരളത്തിലെ ശക്തിയായിരുന്നു. ഭിന്നിച്ച് പല കഷ്ണങ്ങളായി നിൽക്കുന്നത് കൊണ്ട് തന്നെ അത്ര വലിയ ശക്തിയൊന്നും അല്ല എന്നുള്ളതും പ്രധാനമാണ്.